മക്കളെ കിഡ്മാക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇന്നലെ ചെയ്തുകൊണ്ടിരുന്ന 10th സർക്കിൾസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ കണ്ടിന്യൂഷനാണ് ചെയ്യുന്നത്. സുഖാണോ നിങ്ങൾക്ക്? മഴയുണ്ടോ അവിടെ? ഇവിടെ നല്ല മഴയാട്ടോ. എന്തായാലും മഴയൊന്നും കൊള്ളാതെ കൊറോണയൊന്നും വരാതെ സൂക്ഷിക്കാം. നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. ഇന്നലെ നമ്മൾ എന്താ കണ്ടേ? ഒരു സർക്കിളിൻ്റെ അകത്ത്, ഒരു സെമി സർക്കിളിൻ്റെ അകത്ത് ഡയമീറ്റർ ബേസ് ആയിക്കൊണ്ട് നമ്മളൊരു ആംഗിൾ വരച്ചാൽ അത് തീർച്ചയായിട്ടും 90 ഡിഗ്രി ആയിരിക്കും നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ പഠിച്ചത് കൊണ്ട് നമുക്ക് എന്ത് ഗുണം? നമുക്ക് എങ്ങനെയെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമോ? ഈ അറിവ് നമുക്ക് എങ്ങനെയെങ്കിലും പ്രയോജനപ്പെടുമോ? അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം നോക്കുന്നത്. എങ്ങനെ നമുക്ക് ഈ 90 ഡിഗ്രി ആണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും രീതിയിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യുമോ എന്നറിയാം. അപ്പോൾ നോക്കിയേ, നമ്മൾ ഇന്നലെയൊക്കെ സർക്കിൾ വരച്ചത് ഈ അടപ്പം വെച്ചിട്ടല്ലേ. ഈ അടപ്പിൻ്റെ സെൻറ്റർ നമുക്കറിയില്ല അല്ലേ. നമ്മൾ വെറുതെ ഒരു സർക്കുലർ ഷേപ്പിലുള്ള സാധനം വെച്ചിട്ട് നമ്മളിത് വരയ്ക്കുക ചെയ്തേ. അപ്പം നമുക്ക് നോക്കാം, നമ്മുടെ ഈ അറിവ് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഓക്കെ, നമ്മൾ ആദ്യം ഇന്നലത്തെ പോലെ തന്നെ നമ്മളൊരു സർക്കിൾ വരയ്ക്കുകയാണ് ഇത് വെച്ചിട്ട്. എനിക്ക് ചെറുപ്പത്തിലൊക്കെ എപ്പോഴും നേരിട്ടിരുന്ന പ്രശ്നം കേട്ടോ, പൂക്കളൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് ബക്കറ്റൊക്കെ കമത്തി വെച്ചിട്ട് സർക്കിൾ വരയ്ക്കും. പക്ഷെ എന്നിട്ട് സെൻറ്റർ കണ്ടുപിടിക്കാൻ കഷ്ടപ്പെടുമായിരുന്നു. അപ്പം അങ്ങനെ എപ്പോഴെങ്കിലും ഒരു സർക്കുലർ ഇതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിക്കാം. എന്ത് മെത്തേഡാണ്? നമ്മളിപ്പോൾ പഠിച്ചു എന്ത്? ഒരു സർക്കിളിൻ്റെ അകത്ത് ഒരു ഡയമീറ്റർ ബേസ് ആയിക്കൊണ്ട് ഒരു ആംഗിൾ നമ്മൾ ഫോം ചെയ്താൽ അതെന്തായിരിക്കും എന്നാ പഠിച്ചത്? നിങ്ങളൊരു ആംഗിൾ വരച്ചിട്ടുണ്ടെങ്കിൽ കണ്ണടച്ച് നമുക്ക് പറയാതെ 90 ഡിഗ്രി ആണെന്ന് പറയാമെന്ന് പഠിച്ചു. അത് തിരിച്ചും ശരിയാകും. അതായത് നമ്മളൊരു സർക്കിളിൻ്റെ അകത്ത് ഒരു 90 ഡിഗ്രി ആംഗിൾ ഫോം ചെയ്തിട്ട് അതിൻ്റെ രണ്ട് അറ്റങ്ങൾ തമ്മിൽ യോജിപ്പിച്ച് കഴിഞ്ഞാൽ അതെന്തായിരിക്കും? ഡയമീറ്റർ ആയിരിക്കും. തിരിച്ചത് നമ്മൾ പറഞ്ഞ എന്താണ്? സെമി സർക്കിളിൽ വരയ്ക്കുന്ന ആംഗിളുകളെല്ലാം 90 ഡിഗ്രി ആയിരിക്കും എന്ന് പറഞ്ഞു. തിരിച്ച് സെമി സർക്കിളിൻ്റെ അകത്തൊരു നമ്മൾ 90 ഡിഗ്രി ആംഗിൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ രണ്ട് അറ്റങ്ങൾ തമ്മിൽ യോജിപ്പിച്ചാൽ കിട്ടുന്ന വര എന്തായിരിക്കും? ദാറ്റ് ലൈൻ വിൽ ബി ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ. ആ അറിവാണ് നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് സർക്കിൾ ഉണ്ട്, ഇതിൻ്റെ സെൻറ്റർ അറിയില്ല. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ ആയുധം, ഇതിൻ്റെ പേരെന്താണ്? സെറ്റ് സ്ക്വയറിൽ തന്നെ 90 ഡിഗ്രി സെറ്റ് സ്ക്വയർ എടുക്കാം. എന്ത് ചെയ്യുന്നു? ഈ സർക്കിളിൻ്റെ ഞാൻ പറഞ്ഞ കണക്ക് സെറ്റ് സ്ക്വയർ എടുത്തു. നമ്മൾ ഇനി ഈ സർക്കിളിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോയിന്റ് എടുത്തു. ആ പോയിന്റിൽ നമ്മുടെ ഈ സെറ്റ് സ്ക്വയർ 90 ഡിഗ്രി സെറ്റ് സ്ക്വയർ വെച്ചിട്ട് നമ്മൾ 90 ഡിഗ്രി ആംഗിൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നോക്കിയാൽ നമ്മൾ ഈ സെറ്റ് സ്ക്വയർ, എൻ്റെ കയ്യിൽ മറ്റേ വലിയതില്ലാത്തതുകൊണ്ടാട്ടോ. അപ്പോൾ നമ്മളിത് ഈ സെറ്റ് സ്ക്വയർ ഇവിടെ വെച്ചു, ഒരു 90 ഡിഗ്രി ആംഗിൾ ഫോം ചെയ്യാൻ പോകണം. നമുക്ക് സ്റ്റാർട്ടിങ് മാത്രം ചെയ്ത് വെക്കാം, എന്നിട്ട് ബാക്കി സ്കെയിൽ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, 90 ഡിഗ്രി ആംഗിൾ വരച്ചല്ലോ. സ്കെയിൽ കൊണ്ട് നമുക്ക് നീട്ടി വരയ്ക്കാം. എങ്ങനെ നീട്ടി വരയ്ക്കണ്ടേ? ഈ സർക്കിളിൻ്റെ രണ്ട് പോയിന്റിൽ എത്തുന്ന രീതിയിൽ ഈ അറ്റവും സർക്കിളെ തൊടണം, ഈ അറ്റവും സർക്കിളെ തൊടണം. അങ്ങനെ നമ്മൾ നീട്ടി വരച്ചു. അപ്പോൾ ഇതെന്ത് ആംഗിളാണ്? ദിസ് ഈസ് എ 90 ഡിഗ്രി ആംഗിൾ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ട് അറ്റങ്ങൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം. അപ്പം എന്ത് കിട്ടും? ഇതെന്തായിരിക്കും? ഒരു ഡയമീറ്റർ ആയിരിക്കും അല്ലേ? ഇതൊരു ഡയമീറ്റർ. ഈ ഡയമീറ്റർ ആണെന്നുള്ളത് കൊണ്ട് ഇതിൻ്റെ സെൻറ്റർ കിട്ടുമോ? നമുക്ക് വേണമെങ്കിൽ ഈ ഡയമീറ്റർ എത്രയാണെന്ന് മെഷർ ചെയ്തിട്ട് അതിൻ്റെ ഹാഫ് എടുക്കാം. അപ്പം സെൻറ്റർ കിട്ടും. ഒരു മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്താണ്? നമ്മുടെ കയ്യിൽ കോമ്പസും മറ്റു ഉപകരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഡയമീറ്ററിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് സെൻറ്റർ കിട്ടും അല്ലേ? പെർപെൻഡിക്കുലർ ബൈസെക്ടർ എങ്ങനെ വരയ്ക്കുക? ഇതിന് ഇവിടെ കോമ്പസ് കുത്തി മോർ ദാൻ ഹാഫ് എടുത്തൊരു ആർക്ക് വരച്ചു, അതുപോലെ ഇപ്പുറത്തും വരച്ചു. അതേ അളവിൽ തന്നെ ഇവിടെ നമ്മൾ കുത്തിക്കൊണ്ട് മോർ ദാൻ ഹാഫ്, നേരത്തെ അളവ് തെറ്റിക്കരുത്, വീണ്ടും നമ്മൾ ആർക്ക് വരയ്ക്കുന്നു. അപ്പോൾ ആർക്കുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിന്റ് യോജിപ്പിച്ച് വരച്ചാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് സെൻറ്റർ പോയിന്റ് കിട്ടും. അങ്ങനെ സെൻറ്റർ കാണാം. അത് രണ്ടും സാധാരണ മെത്തേഡ്, നേരത്തെ പഠിച്ച മെത്തേഡ്. നമ്മൾ ഇവിടെ ഒരു പുതിയ മെത്തേഡാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു ഡയമീറ്റർ കൊണ്ട് കാര്യമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കയ്യിൽ സെറ്റ് സ്ക്വയർ ഇരിക്കാണല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഒരു തവണയും കൂടി എന്ത് ചെയ്യും? 90 ഡിഗ്രി ആംഗിൾ വരയ്ക്കും. അപ്പോൾ നോക്കാം, നമുക്ക് ഒരു തവണയും കൂടി നമുക്ക് 90 ഡിഗ്രി ആംഗിൾ വരച്ചു കഴിഞ്ഞാൽ സെൻറ്റർ കിട്ടുമെന്ന്. നമ്മൾ വീണ്ടും ഈ സർക്കിളിലെ തന്നെ വേറെ ഏതെങ്കിലും ഒരു പോയിന്റ്, ഈ സർക്കിളിലെ ഇതല്ലാത്ത ഏത് പോയിന്റ് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഞാനിവിടെ എടുത്തു എന്നുള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ വെച്ചു. ഇതേപോലെ തന്നെ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വെക്കുകയാണ് ഒരു വര. ബാക്കി നമ്മൾ സ്കെയിൽ വെച്ച് കംപ്ലീറ്റ് ചെയ്യും.
ഓക്കെ, നമ്മളിങ്ങനെ ചെയ്തു. എന്നിട്ട് നമുക്കത് സ്കെയിൽ വെച്ച് വരയ്ക്കാം. ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു, അതേപോലെ ഈ ലൈൻ ഇങ്ങോട്ടും എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു. ഇനി എന്ത് ചെയ്യുന്നു? ഈ രണ്ട് അറ്റങ്ങൾ യോജിപ്പിച്ചിട്ട് നമ്മൾ അടുത്ത ഡയമീറ്റർ കാണാണ്. കണ്ടോ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഈ രണ്ട് ഡയമീറ്ററുകളും പരസ്പരം കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് ഇല്ലേ, അതായിരിക്കും എന്ത്? സർക്കിളിന്റെ സെന്റർ. അപ്പൊ ഇത്ര നേരം നമുക്ക് ഈ അടപ്പം വെച്ചൊരു സർക്കിൾ വെച്ചു, അതിന്റെ സെന്റർ അറിയില്ലായിരുന്നു. പക്ഷെ നമ്മൾ ഏത് കൺസെപ്റ്റ് ഉപയോഗിച്ചു? റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ റൈറ്റ് ആംഗിൾ ഇൻ എ സെമി സർക്കിളിന്റെ കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ അതിന്റെ സെന്റർ കണ്ടുപിടിച്ചു. അപ്പൊ രണ്ട് ഡയമീറ്റർ, അത് നമുക്ക് അറിയാലോ അല്ലെ, ഡയമീറ്ററുകൾ തമ്മിൽ എപ്പോഴും കൂട്ടിമുട്ട എവിടെയായിരിക്കും? സെന്ററിലായിരിക്കും. കാരണം എന്താ? ഡയമീറ്റർ ഇസ് ദ ലോങ്സ്റ്റ് കോഡ്. അപ്പൊ അത് സെന്ററിൽ കൂടി എന്തായാലും പാസ് ചെയ്തു പോകും. അപ്പൊ ഈ രണ്ട് ഡയമീറ്ററുകൾ കൂട്ടിമുട്ടിയ ഈ പോയിന്റ് ആണ് എന്ത്? സെന്റർ. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത് നമ്മൾ ഇന്നലെ പഠിച്ച ആ കണക്കിന്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഗുണം. ഇനി നമുക്ക് നോക്കാം. ഞങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു കാര്യം പറയുന്നുണ്ട്. പേജ് 40 അതിലൊരു ബോക്സിൽ കൊടുത്തിരിക്കുന്ന കണ്ടോ? പേജ് 40 എടുക്കാം. ഓൾ പെയേഴ്സ് ഓഫ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ലൈൻസ് drawn from the ends of a fixed line meet on the circle with that line as diameter. അതായത് all pairs of mutually perpendicular line drawn from the ends of a fixed line. അതായത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു ഫിക്സഡ് ലൈൻ ഉണ്ടെന്ന് വിചാരിക്കാം. അതിൻ്റെ രണ്ട് എൻഡ് പോയിന്റ്സിൽ നിന്ന് വരയ്ക്കുന്ന മ്യൂച്വലി പെർപെൻഡിക്കുലർ ലൈൻസ്, അതായത് നമ്മൾ ആദ്യം ഈ ലൈനിന്റെ എൻഡ് പോയിന്റിൽ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. ഇതൊരു ഫിക്സഡ് ലൈനാണ് എ ബി ട്ടോ. ഇതിന്റെ എൻഡ് പോയിന്റിൽ നിന്ന് നമ്മൾ ഏതെങ്കിലും ഒരു ആംഗിളിൽ ഒരു ലൈൻ വരച്ചു എന്ന് വിചാരിക്കും. എന്നിട്ട് എന്ത് ചെയ്യണം? ഇനി ഈ ആംഗിളുമായിട്ട് നമ്മൾ വരച്ച ഈ ലൈനുമായിട്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ലൈൻ ഇതിന്റെ മറ്റേ എൻഡ് പോയിന്റിലേക്ക് വരയ്ക്കണം. അപ്പൊ നമ്മൾ വീണ്ടും നമ്മുടെ സെറ്റ് സ്ക്വയർ എടുത്തു. എന്ത് ചെയ്യുന്നു? ഇതുമായിട്ട് 90 ഡിഗ്രിയിൽ വരണം. 90 ഡിഗ്രിയിൽ വരുകയും വേണം, ഇതിന്റെ ഈ എൻഡില് ടച്ച് ചെയ്യുകയും വേണം. അപ്പൊ നമ്മള് സെറ്റ് സ്ക്വയർ നീക്കാം. എന്നിട്ട് ഇതിന്റെ എൻഡ് പോയിന്റിൽ എത്തുകയും വേണം, ഇവിടെ 90 ഡിഗ്രി ഫോം ചെയ്യുകയും വേണം. ആ രണ്ട് കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മൾ വരയ്ക്കുന്നു. അപ്പൊ കണ്ടോ, നമുക്കൊരു ട്രയാങ്കിൾ കിട്ടി ഇല്ലേ? ഒരു റൈറ്റ് ആംഗിളിന്റെ ട്രയാങ്കിൾ കിട്ടി. ഇതൊരു റൈറ്റ് ആംഗിളിന്റെ ട്രയാങ്കിൾ ആയിരിക്കുമല്ലോ. അവര് പറയുന്നത് എന്താണ്? അങ്ങനെയെങ്കിൽ ഈ എ ബി എന്തായിരിക്കും? ദിസ് വിൽ ബി ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ. അതായത് ഇത് ഡയമീറ്റർ ആയിക്കൊണ്ട് നിങ്ങൾക്കൊരു സർക്കിൾ വരയ്ക്കാൻ പറ്റും വിത്ത് ദിസ് പോയിന്റ് ഈസ് ഓൺ ദ, ഞാൻ വരച്ചാൽ ചിലപ്പോൾ കൊള്ളാവും, ഈ പോയിന്റ് ഡയമീറ്റർ ആയിക്കൊണ്ട് വി ക്യാൻ ഡ്രോ എ സർക്കിൾ. ഇതാണ് ആ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം. അല്ലാതെ വായിച്ചിട്ട് എന്താന്ന് ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിൻ്റെ തന്നെ വേറൊരു രീതിയിലുള്ള എക്സ്പ്രഷനാണെന്ന് മാത്രം. ഒരു ഫിക്സഡ് ലൈൻ, അതിൻ്റെ അറ്റത്ത് നിന്ന് നമ്മൾ ഏതെങ്കിലും ഒരു ആംഗിളിൽ നമ്മളൊരു ഒരു ലൈൻ വരയ്ക്കുന്നു. ആ ലൈനുമായിട്ട് പക്ഷെ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് 90 ഡിഗ്രിയും ആവണം ഈ എയിൽ തൊടുന്ന രീതിയിൽ. അപ്പം അതിനനുസരിച്ച് നമ്മൾ സെറ്റ് സ്ക്വയർ അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. 90 ഡിഗ്രി എന്നുള്ള കൺസെപ്റ്റ് മാറരുത്. പക്ഷെ ലൈൻ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുള്ളത് ഇവിടെ ഈ എൻഡ് പോയിന്റിൽ എത്തുന്ന രീതിയിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എ ബി ഡയമീറ്റർ ആയിട്ട് നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ ഒരു സർക്കിൾ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ സി എന്ന് പറയുന്ന പോയിന്റ് എന്തായിരിക്കും? ഓൺ ദ സർക്കിൾ ആയിരിക്കും. ഇത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. ആദ്യം നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ സെമി സർക്കിളിൽ വരയ്ക്കുന്നത് റൈറ്റ് ആംഗിൾ ആയിരിക്കും. പുറത്ത് അക്യൂട്ട് ആംഗിൾ ആണെങ്കിൽ സർക്കിളിൻ്റെ പുറത്തായിരിക്കും. ഒബ്റ്റ്യൂസ് ആംഗിൾ ആണെങ്കിൽ സർക്കിളിൻ്റെ ഉള്ളിലായിരിക്കും. ഇനി അതല്ല, നിങ്ങൾ ഒരു സർക്കിളിൻ്റെ അകത്തൊരു റൈറ്റ് ആംഗിൾ വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എൻഡ് പോയിന്റ്സ് ജോയിൻ ചെയ്യുന്നത് ഒരു ഡയമീറ്റർ ആയിരിക്കും. അങ്ങനത്തെ രണ്ട് ഡയമീറ്റർ കൂട്ടിമുട്ടി കഴിഞ്ഞാൽ നമുക്ക് സെൻറ്റർ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നിങ്ങൾ ഏതെങ്കിലും ഒരു ലൈനിൻ്റെ അറ്റത്ത് നിന്ന് ഒരു ഫിക്സഡ് ലൈൻ എ ബിയുടെ അറ്റത്ത് നിന്ന് നിങ്ങൾ ഒരു ലൈൻ വരച്ചു. ആ ലൈനിന് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് എ ബിയുടെ മറ്റേ അറ്റത്ത് ജോയിൻ ചെയ്യുന്ന പോലെ നിങ്ങളൊരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഫിക്സഡ് ലൈൻ എ ബി വിൽ ബി ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ. ഇത്രേ പഠിച്ചുള്ളൂ. ഇന്ന് നമുക്ക് ഫസ്റ്റ് സെറ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. പേജ് 42 പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് സെറ്റ് ക്വസ്റ്റ്യൻസിലേക്ക് വരാം. അപ്പോൾ നമുക്ക് പേജ് 42 പ്രോബ്ലംസ് ചെയ്തു തുടങ്ങാം അല്ലേ? അപ്പം നോക്കിയാൽ ഒന്നാമത്തെ ചോദ്യം,
ഒന്നാമത്തെ ചോദ്യത്തിന് ഇങ്ങനെ ഒരു പിക്ചർ തന്നിട്ടില്ലേ അവിടെ, അത് ആദ്യം നോക്കിയേ. പിക്ചറിന്റെ പ്രത്യേകത ഞാൻ പേരൊക്കെ ഞാൻ കൊടുത്തതാട്ടോ, പിക്ചറിൽ പേരൊന്നും ഉണ്ടായിരുന്നില്ല. എ ബി എന്ന് താഴെ കൊടുത്തു, പിന്നെ ഓരോ കോർണറിന് CDE എന്ന് കൊടുത്തു. ആംഗിൾ മെഷേഴ്സ് ഒന്ന് നോക്കാൻ എന്തൊക്കെയാണ്, 110, 90, 70. ഓക്കെ, പിക്ചർ നമ്മൾ നോക്കി. ഇനി എന്താ അവർ പറയണേ നോക്കാം അല്ലേ. എന്താ പറഞ്ഞേക്കുന്നത്? സപ്പോസ് വി ഡ്രോ എ സർക്കിൾ വിത്ത് ബോട്ടം സൈഡ് ഓഫ് ദ റെക്ടാംഗിൾസ് ഇൻ ദ പിക്ചർ ആസ് ഡയമീറ്റർ. ഈ 3 ട്രയാങ്കിളിനും കൂടെ ഒറ്റ ബോട്ടമേ ഉള്ളൂ, ഏതാണ് AB. ഇത് ഡയമീറ്റർ ആയിക്കൊണ്ട് ഒരു സർക്കിൾ വരയ്ക്കുന്നു. എന്നിട്ടോ ഫൈൻഡ് ഔട്ട് whether the top corner of each triangle is inside the circle, on the circle or outside the circle. ഈ ഓരോ ടോപ്പ് കോർണറും AB ഡയമീറ്റർ ആയിട്ട് ഒരു സർക്കിൾ വരച്ചാൽ ഈ ടോപ്പ് കോർണറുകളെല്ലാം സർക്കിളിൻ്റെ ഉള്ളിൽ വരുമോ, സർക്കിളിൽ വരുമോ, സർക്കിളിൻ്റെ പുറത്ത് വരുമോ എന്നാണ് ചോദിച്ചേക്കുന്നത്. എളുപ്പമുള്ള ചോദ്യമല്ലേ. AB ഡയമീറ്റർ ആയിട്ട് ഒരു സർക്കിൾ വരച്ചാൽ C എവിടെയായിരിക്കും? സിയുടെ ആംഗിൾ മെഷർ എത്രയാ? 110 degree. അത് ഒബ്റ്റ്യൂസ് അല്ലേ, ദാറ്റ് മീൻസ് ഇറ്റ് വിൽ ബി ഇൻസൈഡ് ദ സർക്കിൾ. 90 ഡിഗ്രിയോ ഓൺ ദ സർക്കിൾ. 70 degree അക്യൂട്ട് ആംഗിൾ ആണ്, സോ ഇറ്റ് വിൽ ബി ഔട്ട്സൈഡ് ദ സർക്കിൾ. നിങ്ങൾക്ക് എഴുതാവുന്നതല്ലേ ഉള്ളൂ അല്ലേ, ഇനി ഞാൻ എഴുതി കാണിക്കണ്ടല്ലോ. ഓക്കെ, അപ്പം ഇനി നോക്കാം അടുത്ത ചോദ്യം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ അവർ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഒരു ക്വാഡ്രിലാറ്ററൽ തന്നിട്ടുണ്ട്. എന്താണ് ക്വാഡ്രിലാറ്ററലിന്റെ രൂപം? ഏകദേശം ഇതുപോലെ, ഏകദേശം ഇതുപോലെ ഇരിക്കുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ. ഇതിന്റെ ആംഗിൾ മെഷർ 105 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്, ഇതിന്റെ 110 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്, ഇതിന്റെ 55 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ഈ ഒരു ആംഗിൾ തന്നിട്ടില്ല. എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം കേട്ടോ. ഫോർ ഈച്ച് ഡയഗണൽ ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ ഷോൺ ചെക്ക് വെദർ the other two corners are inside or outside the circle with that diagonal as diameter. For each diagonal of a quadrilateral. നമുക്കറിയാം ഒരു ക്വാഡ്രിലാറ്ററലിന് എത്ര ഡയഗണൽ ഉണ്ടാവും? 2 ഡയഗണൽ ഉണ്ടാവും അല്ലേ. ഇതും തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്നതാണ് ഒരു ഡയഗണൽ. അപ്പം നമുക്ക് പേര് കൊടുക്കാം ABCD. അപ്പം AC തമ്മിൽ യോജിപ്പിച്ചാൽ നമുക്കൊരു ഡയഗണൽ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് പിന്നത്തെ ഡയഗണൽ ഏതാണ്? ബിയും ഡിയും തമ്മിൽ യോജിപ്പിച്ചാൽ ഒരു ഡയഗണൽ കിട്ടും. അങ്ങനെ 2 ഡയഗണലാണ് ഇതിന് വരയ്ക്കാൻ പറ്റുന്നത്. ഇവർ പറയുന്നത് നിങ്ങൾ ഓരോ ഡയഗണൽ എടുത്തിട്ട് ഈ ആദ്യത്തെ AC എന്നുള്ള ഡയഗണൽ എടുത്തു, അതെടുത്ത് നിങ്ങൾ ഒരു സർക്കിൾ വരച്ചാൽ മറ്റ് 2 വെർട്ടെക്സ്, അപ്പോൾ AC ഡയമീറ്റർ ആയിട്ട് എടുത്ത് വരയ്ക്കുന്ന സർക്കിളിൻ്റെ മറ്റ് 2 വെർട്ടെക്സ് ഏതാ? ബിയും ഡിയും. ഇത് ബിയും ഡിയും സർക്കിളിൻ്റെ ഉള്ളിലായിരിക്കുമോ, സർക്കിളിൻ്റെ പുറത്തായിരിക്കുമോ, സർക്കിളിലായിരിക്കുമോ? ഇതാ ചോദ്യം. അത് പറയണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ബിയും കൂടെ എന്താണെന്ന് അറിയണം അല്ലേ. ബി എന്താണെന്ന് അറിയണം. അപ്പം നമുക്ക് ആദ്യത്തെ ഡയഗണൽ നോക്കാം കേട്ടോ. തൽക്കാലം ഇത് മായ്ച്ചു, ഇതിനെക്കുറിച്ച് മാത്രം. ബി ആദ്യം നമുക്ക് കണ്ടുപിടിക്കാം. അപ്പം 3 ആംഗിൾ തന്നിട്ടുണ്ട്. ആംഗിൾ മെഷർ ഓഫ് ക്വാഡ്രിലാറ്ററൽ ABCD എത്രയാ ടോട്ടല്? ഒരു ക്വാഡ്രിലാറ്ററലിന്റെ ടോട്ടൽ ആംഗിൾ എത്രയാ? 360 ഡിഗ്രി. ഇത് മൊത്തം 360 ആണെന്ന് അറിയാം, പക്ഷെ 3 ആംഗിളേ തന്നിട്ടുള്ളൂ. അപ്പൊ അത് ഉപയോഗിച്ച് നമുക്ക് നാലാമത്തേത് കണ്ടുപിടിക്കാലോ. അപ്പൊ ഇതും കൂടി കൂട്ടിയാൽ എത്രയാ? 105 പ്ലസ് 110 പ്ലസ് 55 പ്ലസ് ആംഗിൾ B ഈക്വൽ ടു ആണ് എത്ര? 360 ഡിഗ്രി. അപ്പൊ ഇവരെല്ലാം കൂടി കൂട്ടുമ്പോൾ 100, 200, 250, 260, 270, 270 വന്നു. 270 പ്ലസ് ആംഗിൾ B ഈക്വൽ ടു 360. അങ്ങനെയാണെങ്കിൽ ആംഗിൾ B ഈക്വൽ ടു എത്രയായിരിക്കും? 360 മൈനസ് 270. നിങ്ങൾക്ക് മനക്കണക്ക് കൂട്ടാവുന്നതേ ഉള്ളൂ. എന്ത് കിട്ടും നമുക്ക്? 90 ഡിഗ്രിന്ന് കിട്ടും അല്ലേ. അപ്പൊ ഈ ആംഗിൾ എത്രയാണെന്നാണ് കിട്ടിയേക്കുന്നത് ഇപ്പം? ദിസ് ഈസ് എ 90 ഡിഗ്രി ആംഗിൾ. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ആദ്യത്തെ ഡയഗണൽ വരച്ചു. ഏതാണ് നമ്മുടെ ഡയഗണൽ? AC ഡയഗണലായിട്ട് AC ഡയഗണൽ വരച്ചു. ഇനി AC ഡയമീറ്റർ ആയിക്കൊണ്ട് നിങ്ങളൊരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഈ 90 ഡിഗ്രി ആംഗിൾ എവിടെയായിരിക്കും വരുന്നത്? ഇത് ഡയമീറ്റർ ആണെങ്കിൽ ആംഗിൾ B വിൽ ബി ഓൺ ദ സർക്കിൾ. വാട്ട് അബൌട്ട് ആംഗിൾ D? ഇത് 55 ഡിഗ്രി അല്ലേ.
അക്യൂട്ട് ആംഗിൾ അല്ലേ, അപ്പം അതെവിടെയായിരിക്കും? പുറത്തായിരിക്കും, ഔട്ട്സൈഡ് ദ സർക്കിൾ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? എങ്ങനെ എഴുതാം ഇത്? when AC, when the diagonal AC is taken as diameter, എന്ത് കിട്ടും നമുക്ക്? ആംഗിൾ B equal to 90 degree is on the circle. അടുത്തതോ, നമുക്ക് ഇത് വെച്ച് എഴുതിയാൽ കാണാൻ പറ്റുമെന്ന് അറിയില്ല, ഗ്രീനിന് ചിലപ്പോൾ ആ പ്രശ്നമുണ്ട്. ഇനി വാട്ട് അബൌട്ട് ആംഗിൾ ഡി ഈക്വൽ ടു 55 ഡിഗ്രി, അതായത് ലെസ് ദാൻ 90 ഡിഗ്രി ഈസ് ഔട്ട്സൈഡ് ദ സർക്കിൾ. ഇനി നോക്കാം, ഇപ്പൊ നമ്മൾ ഏതെടുത്തപ്പോഴാണ്? when the diagonal AC is taken as diameter എടുത്തപ്പോൾ. ഇനി അടുത്ത ഡയഗണൽ ഏതാണ് നമുക്ക് വരയ്ക്കാൻ പറ്റുന്നത്? ബി ഡി എന്നുള്ള ഡയഗണൽ വരയ്ക്കാം അല്ലേ. ബി ഡി എന്നുള്ളത് ഡയഗണൽ ആയിട്ട് എടുത്ത് വരയ്ക്കുമ്പോൾ നമ്മുടെ ബി ഡി നമ്മൾ ഡയഗണൽ ആയിട്ട് വരയ്ക്കുകയാണ്. അപ്പൊ ഈ ആംഗിൾ എത്രയാണ്? 110 ഡിഗ്രി. ഈ ആംഗിൾ എത്രയാണ്? 105 ഡിഗ്രി. ബി ഡി ഡയഗണൽ ആയിട്ട് എടുത്ത് വരയ്ക്കുമ്പം ബാക്കി വരുന്ന രണ്ട് ആംഗിൾസ് ഏതൊക്കെയാണ്? ആംഗിൾ എയും ആംഗിൾ സിയും. അത് രണ്ടുപേരും ഒബ്റ്റ്യൂസ് ആംഗിൾ അല്ലേ, രണ്ടുപേരും 90 കഴിഞ്ഞ് കൂടുതലല്ലേ. അപ്പൊ എയും സിയും എവിടെയായിരിക്കും? ഇൻസൈഡ് ദ സർക്കിൾ ആയിരിക്കും. അപ്പൊ അത് നമ്മൾ എഴുതണം അവിടെ. എന്ത് പറഞ്ഞ് എഴുതും? when BD is the diameter, then angle A and angle C will be inside the circle. കാരണം എന്താ റീസൺ? കാരണം എന്താ? ഒബ്റ്റ്യൂസ് ആംഗിൾസ്. ഒബ്റ്റ്യൂസ് ആംഗിൾസ് ആണ് ആര്? ആംഗിൾ എയും ആംഗിൾ സിയും. അതുകൊണ്ട് അവർ രണ്ടുപേരും എന്തായിരിക്കും? സർക്കിളിന്റെ ഉള്ളിലായിരിക്കും. ഇത്രേ ഉള്ളൂ. എളുപ്പല്ലേ? ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഈ സർക്കിൾസ് ആർ ഡ്രോൺ വിത്ത് ഈച്ച് സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ഓഫ് സൈഡ്സ് എത്രയാണ്? 5 സെന്റിമീറ്റർ, 12 സെന്റിമീറ്റർ, 13 സെന്റിമീറ്റർ as diameters. Then with respect to each circle where would be the third vertex? മനസ്സിലായോ മക്കൾക്ക്? ഈ അളവുകൾ വെച്ചിട്ട് ഒരു ട്രയാങ്കിൾ നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ 3 വശങ്ങളുണ്ടല്ലോ. നമ്മളിപ്പോൾ ഈ അളവ് വെച്ചിട്ടൊരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യണം എങ്കിൽ നമ്മളിപ്പോൾ ഇതിനെ പേര് കൊടുത്തു, ABC എന്ന് പേര് കൊടുത്തു എന്ന് വിചാരിക്കും. AB ബേസ് ഇതിനെ ഡയമീറ്റർ ആക്കിക്കൊണ്ട് നമുക്കൊരു സർക്കിൾ വരയ്ക്കാൻ പറ്റും. അതുപോലെ നമുക്ക് അടുത്തത് BC ഡയമീറ്റർ ആക്കിക്കൊണ്ട് വേറൊരു സർക്കിൾ വരയ്ക്കാൻ പറ്റും. അതുപോലെ AC ഡയമീറ്റർ ആക്കിക്കൊണ്ട് നമുക്ക് മൂന്നാമതൊരു സർക്കിൾ വരയ്ക്കാം. അങ്ങനെ 3 സർക്കിളുകൾ വരയ്ക്കാൻ പറ്റും. ഏത്? വ്യത്യസ്ത വശങ്ങൾ ഡയമീറ്റർ ആയിട്ട് എടുത്തുകൊണ്ട്. അങ്ങനെ നിങ്ങൾ ഓരോ വശവും ഡയമീറ്റർ ആയിട്ട് എടുത്ത് വരയ്ക്കുമ്പോൾ മറ്റ്, അതായത് ഇപ്പോൾ AB ഡയമീറ്റർ ആയിട്ട് എടുത്ത് വരയ്ക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പം നമ്മുടെ C എവിടെയായിരിക്കും? C ഉള്ളിലായിരിക്കോ പുറത്തായിരിക്കോ അകത്തായിരിക്കോ? ഇതാണ് ചോദ്യം. ഇനി AC എടുത്ത് ഡയമീറ്റർ ആയിട്ട് എടുത്ത് വരയ്ക്കുകയാണെങ്കിൽ ബിയുടെ അവസ്ഥ എന്തായിരിക്കും? അവൻ പുറത്താവോ? അവൻ ഉള്ളിലാവോ? അവൻ സർക്കിളിമേ ആവോ? ഇതൊക്കെയാണ് ചോദ്യം. കാര്യം മനസ്സിലായല്ലോ അല്ലേ? അപ്പം നമുക്ക് എന്തറിയണം? ഈ സർക്കിൾ, ഈ ട്രയാങ്കിളിനെ കുറിച്ച് അറിയണം. ഈ ട്രയാങ്കിൾ എന്ത് ട്രയാങ്കിൾ ആയിരിക്കും? അപ്പം നിങ്ങൾക്ക് 2 രീതിയിൽ ഈ കണക്ക് ചെയ്യാം. ഒന്നെങ്കിൽ എങ്ങനെയാ? നിങ്ങളുടെ കയ്യിൽ സ്കെയിലും പെൻസിലും കോമ്പസും സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമ്മൾ സാധാരണ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാറില്ലേ? 13 സെന്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ വരയ്ക്കുന്നു. അതെടുത്ത് നമ്മളൊരു ലൈൻ വരച്ചു. എന്നിട്ട് എന്ത് ചെയ്യും? ബാക്കി 2 ഏതാ? 5ഉം 12ഉം. അപ്പം നമ്മൾ കോമ്പസിൽ പെൻസിലൊക്കെ കണക്ട് ചെയ്ത് സ്കെയിൽ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും? 5 സെന്റിമീറ്റർ നീളം എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഇവിടെ കുത്തിയിട്ട് 5 സെന്റിമീറ്റർ ഉള്ള ഒരു ആർക്ക് വരയ്ക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും?
ഇവിടെ കുത്തിയിട്ട് 12 സെന്റിമീറ്റർ നീളം എടുക്കും സ്കെയിലിൽ. എന്നിട്ട് ഇവിടെ കുത്തിയിട്ട് അതിൻ്റെ ഒരു ആർക്ക് വരും. എന്നിട്ട് നമ്മൾ അവരെ രണ്ടുപേരെയും യോജിപ്പിച്ച് ഇങ്ങനെ ഒരു സർക്കിൾ വരയ്ക്കും. ഇങ്ങനെ ഇങ്ങനെ ഒരു സർക്കിളല്ല, സർക്കിളിനെ പറ്റി പഠിപ്പിച്ചു അതേ വരുന്നുള്ളൂ. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരയ്ക്കും. നമ്മൾ സാധാരണ ട്രയാങ്കിൾ വരയ്ക്കുന്ന രീതിയിൽ അങ്ങനെ ട്രയാങ്കിൾ വരച്ചിട്ട് നമുക്ക് നോക്കാൻ പറ്റും. ഇങ്ങനെ നിങ്ങളൊരു ട്രയാങ്കിൾ വരച്ച് കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഒരു 90 ഡിഗ്രി ആംഗിൾ കിട്ടുക. അതായത് റൈറ്റ് ട്രയാങ്കിളാണ് കിട്ടണേന്ന് അർത്ഥം. ഇത് വരച്ച് നോക്കി കണ്ടുപിടിക്കാം. ഇനി വരയ്ക്കാൻ ഇപ്രകാരമുള്ള സാധനങ്ങളൊന്നും ഇല്ലെന്ന് വിചാരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് നോക്കാം. എന്താണ് ഇവിടെ തന്നിരിക്കുന്ന അളവുകളെ കുറിച്ച് നോക്കാം. റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ അത് പാലിക്കുന്ന ചില പ്രത്യേകതകളില്ലേ? എന്താണ്? റൈറ്റ് ട്രയാങ്കിളുകളെല്ലാം ഏതോ ഒരു തിയറം സാറ്റിസ്ഫൈ ചെയ്യില്ലേ? ഏതാണത്? പൈത്തഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യും അല്ലേ? പൈത്തഗോറസ് തിയറം എന്താ പറയണത്? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. എന്താണ്? ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ ഏറ്റവും നീളം കൂടിയ വശത്തിനെയാണ് നമ്മൾ ഹൈപ്പോട്ടന്യൂസ് എന്ന് വിളിക്കുന്നത്. താഴ്ഭാഗത്തിനെയാണ് ബേസ് എന്ന് വിളിക്കുന്നത്. ഇത് രണ്ടും അല്ലാത്ത മറ്റേ വശത്തിനെയാണ് ഓൾട്ടിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത്. ഉയരമായിട്ട് വരുന്ന വശം. എന്താണ്? ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ മറ്റ് രണ്ട് വശങ്ങളുടെ സ്ക്വയറുകളുടെ സമ്മിനോട് ഈക്വൽ ആയിരിക്കും പറയുന്നത്. ഇത് പാലിക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഈ അളവുകൾ ഈ കണ്ടീഷൻ പാലിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വരയ്ക്കാതെ തന്നെ എന്ത് പറയാം? ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് പറയാൻ പറ്റും. അപ്പൊ നോക്കിക്കേ, ഇതിൽ ഏറ്റവും നീളം കൂടിയ വശം എടുക്കണം. അതായത് എന്താണ്? 13 സ്ക്വയർ ഈക്വൽ ടു നോക്കിയേ 12ന്റെ സ്ക്വയർ എത്രയാണ്? 144. 5ന്റെ സ്ക്വയർ എത്രയാണ്? 25. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ എത്രയാണ്? 9, 6, 169. 169 എന്ന് പറയുന്നത് 13ന്റെ സ്ക്വയർ അല്ലേ? അപ്പൊ മറ്റ് രണ്ട് വശങ്ങൾ 12 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ ആണ് എന്ത് വരുന്നത്? 13 സ്ക്വയർ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ അളവുകൾ എന്തിന്റെ അളവുകളാണ് ഇപ്പൊ തന്നിരിക്കുന്നത്? ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ അളവാണ്. അപ്പൊ ഏറ്റവും നീളം കൂടിയ വശത്തിനെ നമ്മൾ എന്ത് മാർക്ക് ചെയ്യുന്നു? 13 സെന്റിമീറ്റർ. ഇതെന്തായിരിക്കും? 5 സെന്റിമീറ്റർ. 5 സെന്റിമീറ്റർ 12 എന്തും ആകാം കേട്ടോ, രണ്ടും മാറിയാകാം. അപ്പൊ നമ്മളിങ്ങനെ മാർക്ക് ചെയ്തു എന്ന് വിചാരിക്കും. ഇനി നിങ്ങൾ ഇത് നോക്കിയിട്ട് പറ, ഇപ്പൊ ഒരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടി. റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ പ്രത്യേകത എന്താ? ഇത് 90 ഡിഗ്രി. ഓക്കെ, ഇത് 90 ഡിഗ്രി. മറ്റു രണ്ട് വശങ്ങളെ പറ്റി എന്ത് പറയാം? അത് അക്യൂട്ട് ആംഗിൾ ആയിരിക്കോ ഒബ്റ്റ്യൂസ് ആംഗിൾ ആയിരിക്കോ? എന്തോ ആയിരിക്കുമല്ലോ. ഈ രണ്ട് ആംഗിളിന് ഒരു മെഷർ ഉണ്ടാവുമല്ലോ. അത് രണ്ടും എന്തായിരിക്കും? ഇത് 90 ഡിഗ്രി ആയി അല്ലേ? നമുക്കറിയാം ഒരു ട്രയാങ്കിളിനെ സംബന്ധിച്ച് ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180 വരാൻ പറ്റുള്ളൂ. അതിലിപ്പോ ആംഗിൾ ബി ആരായി കഴിഞ്ഞു? 90 ഡിഗ്രി ആയി കഴിഞ്ഞു. അപ്പൊ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി പിന്നെ എന്താണ്? ഈ 90 അപ്പുറത്തേക്ക് പോയാൽ 180 മൈനസ് 90 ദാറ്റ് ഈസ് ഈക്വൽ ടു 90. അപ്പോ ആംഗിൾ എയും ആംഗിൾ സിയും തമ്മിൽ കൂട്ടുമ്പോഴാണ് എത്ര വരുന്നുള്ളൂ? 90. അപ്പൊ ഇവർ ഒറ്റയ്ക്ക് എടുക്കുകയാണെങ്കിലോ എന്തായാലും 90 കഴിഞ്ഞ് കുറവായിരിക്കില്ലേ? ചുമ്മാ ചിന്തിച്ചറിയാവുന്ന കാര്യം, ഇങ്ങനെയൊന്നും കണക്ക് കൂട്ടാതെ തന്നെ. ഇത് 90 ആയി. പിന്നെ മറ്റു രണ്ടുപേരും കൂടി കൂട്ടിയാലല്ലേ 90 ആകാൻ പറ്റുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും ആംഗിൾ എയും ആംഗിൾ സിയും എന്ത് ആംഗിൾസ് ആണ്? അക്യൂട്ട് ആംഗിൾസ് ആണ്. അപ്പൊ നിങ്ങൾ പറ, എ ബി ബേസ് ആയിട്ട് അല്ലെങ്കിൽ എ ബി ഡയമീറ്റർ ആയിട്ട് ഒരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ, ടേക്കിംഗ് എ ബി ആസ് ഡയമീറ്റർ, സർക്കിൾ വരച്ചാൽ എവിടെയായിരിക്കും സി? സി എന്ന് പറയുന്നത് അക്യൂട്ട് ആംഗിൾ അല്ലേ? ലെസ് ദാൻ 90 അല്ലേ? നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു ലെസ് ദാൻ 90 ആണെന്ന്. അപ്പൊ സി എവിടെയായിരിക്കും? ആംഗിൾ സി ഔട്ട്സൈഡ് ദ സർക്കിൾ. ഓക്കെ, ഇനി അടുത്തത് ഇപ്പൊ എ ബി എടുത്ത് ഡയമീറ്റർ ആയിട്ട് വരച്ചു. ഇനി അവർ ചോദിച്ചേക്കുന്നത് ഇങ്ങനെ ഓരോ വശങ്ങളും. അപ്പൊ ഇപ്പൊ നമ്മൾ എടുത്തു ബി സി ആണ് നമ്മൾ ഡയമീറ്റർ ആയിട്ട് എടുക്കണമെന്ന് വിചാരിക്കും. ഇഫ് ബി സി ഈസ് ദ ഡയമീറ്റർ ബി സി ആണെങ്കിൽ ആംഗിൾ എ എവിടെയായിരിക്കും? ആംഗിൾ എയുടെ വില എന്താ? അതും ലെസ് ദാൻ 90 അല്ലേ? വില എന്താന്ന് നമുക്കറിയില്ല, പക്ഷെ 90ലും കുറവാണെന്ന് നമുക്കറിയാം. അപ്പൊ ആംഗിൾ എ ലെസ് ദാൻ 90 ഡിഗ്രി വിൽ ബി എവിടെയായിരിക്കും? ഔട്ട്സൈഡ് ദ
outside the circle. ഇനി ഇപ്പം നമ്മൾ എ ബി ഡയമീറ്റർ ആയിട്ട് വരച്ചു, ബി സി ഡയമീറ്റർ ആയിട്ട് വരച്ചു. ഇനി എ സി ഡയമീറ്റർ ആയിട്ടാണ് വരയ്ക്കുന്നതെങ്കിൽ നിങ്ങൾ ബിയുടെ അവസ്ഥ എവിടെയാണെന്ന് പറഞ്ഞേ. ഇഫ് എ സി ഈസ് ദ ഡയമീറ്റർ, എവിടെയായിരിക്കും ആംഗിൾ ബിയുടെ വില എന്താ? 90 ഡിഗ്രി. ദാറ്റ് മീൻസ് അത് എവിടെയായിരിക്കും? ഓൺ ദ സർക്കിൾ ആയിരിക്കും അല്ലേ. ഇഫ് എ സി ഈസ് ദ ഡയമീറ്റർ, ആംഗിൾ ബി ഈക്വൽ ടു 90 ഡിഗ്രി വിൽ ബി ഓൺ ദ സർക്കിൾ. മനസ്സിലായോ മക്കൾക്ക്? ഇത്രേ ഉള്ളൂ ആ ചോദ്യം. പക്ഷെ ചോദ്യം വായിച്ചിട്ട് എന്താ ചോദിച്ചേക്കണേന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട. അപ്പോൾ ഒരു തവണ വായിച്ചിട്ട് മനസ്സിലായെങ്കിൽ 2-3 തവണ വായിക്കേ. ഞാനും എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് ഇഷ്ടമുള്ള അത്രയും തവണ വായിക്കും അല്ലേ. അപ്പം മനസ്സിലാവുന്നിടത്തോളം വായിക്കുക എന്നുള്ളതാണ്. പിന്നെ ആദ്യം നമുക്ക് 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം തരുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് നന്നായി വായിച്ച് പ്രിപ്പയർ ചെയ്യാനുള്ള സമയമുണ്ട് കേട്ടോ. ടെൻഷനൊന്നും ആവരുത്. ഒരു തവണ വായിച്ചു മനസ്സിലായില്ല, ഇറ്റ്സ് ഓക്കെ, വീണ്ടും വായിക്കുക. അപ്പോൾ നമ്മൾക്ക് ഒരു ട്രയാങ്കിൾ തന്നു കഴിഞ്ഞാൽ അത് റൈറ്റ് ട്രയാങ്കിൾ ആണോ എന്ന് നോക്കാൻ വരച്ചും നോക്കാം, അല്ലെങ്കിൽ എങ്ങനെ നോക്കാം, അത് പൈത്തഗോറസ് തിയറം പാലിക്കുന്നുണ്ടോ എന്ന് ഇപ്രകാരം ഒന്ന് നോക്കിയാലും മതി. എങ്ങനെ? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്നുള്ള ആ തത്വം അവർ പാലിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് എടുക്കുമ്പോൾ എന്ത് വേണം? അതിൽ ഏറ്റവും നീളം കൂടിയ വശത്തിനെ വേണം എടുക്കാൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു മറ്റ് 2 വശങ്ങളുടെ സ്ക്വയറുകളുടെ സമ്മാകുന്നുണ്ടോ നോക്കാം. ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണോ? നിങ്ങൾ ഇന്നലെ പറഞ്ഞ കമൻസിനൊക്കെ നന്ദി. മനസ്സിലായിട്ടില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ചോദിക്കാം, മിസ്സേ ഇന്ന ഭാഗം മനസ്സിലായില്ല. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി റീപ്ലൈ ചെയ്ത് കാണാമല്ലോ. അപ്പം അങ്ങനെ നോക്കാം. എന്നിട്ട് മനസ്സിലാവണില്ലെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ, ഇന്നത് മനസ്സിലായില്ല എന്നുള്ളത്. ഓക്കെ, താങ്ക് യു.